വിസ്മയം എന്ന കഥയുടെ തുടർഭാഗം. വിസ്മയ തന്നെ പഠിപ്പിച്ച അധ്യാപികയ്ക്ക് ദക്ഷിണയും കൊടുത്ത് സേവ്യറിയേട്ടനോടും മീൻചന്തയിലെ തൻ്റെ സുഹൃത്തുക്കളോടും യാത്രയും പറഞ്ഞ് വാസുദേവനെയും കൂട്ടി തൃശ്ശൂർക്ക് പോയി. ആദ്യം തന്നെ തൻ്റെ ഇഷ്ടദേവനായ ഗുരുവായൂരപ്പനെ കണ്ടു തൊഴുത് അനുഗ്രഹവും വാങ്ങി. പിന്നെ അവൾക്ക് അച്ഛൻ്റെയും അമ്മയുടെയും മുത്തശ്ശിയുടെയും എല്ലാം അനുഗ്രഹം ഒരാളിൽ മാത്രമാണ് കണ്ടത്, മറ്റാരുമല്ല വാസുദേവനിലാണ് അവൾ അവരെയെല്ലാം കണ്ടിട്ടുള്ളതും. അവൾ അയാളുടെ കാൽക്കൽ വീണ് അനുഗ്രഹം വാങ്ങി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കണ്ണിൽ നിന്നും 2 തുള്ളി കണ്ണുനീർ അടർന്ന് അവളുടെ നെറുകയിൽ വീണു. തൻ്റെ ജീവിതത്തിൽ കളഞ്ഞു കിട്ടിയ നിധിയായിട്ടാണ് വാസുദേവന് വിസ്മയ. അവളുടെ ഉയർച്ച അയാളെ അത്രയധികം സന്തോഷിപ്പിച്ചു. അവൾ ജോലിയിൽ പ്രവേശിച്ചു. വാസുദേവൻ വിസ്മയുടെ യാത്രയും പറഞ്ഞ് നാട്ടിലേക്ക് തിരിക്കുവാൻ ശ്രമിച്ചു. പക്ഷേ വിസ്മയ സമ്മതിച്ചില്ല. പോകണ്ട, എൻ്റെ താമസ സ്ഥലത്ത് 2 പേർക്ക് കഴിയാനുള്ള ഇടമുണ്ട്. ഇനിയൊരിക്കലും വാസുവേട്ടനെ ഞാൻ ഒറ്റയ്ക്കാക്കില്ല. ഉടനെ വാസുദേവൻ പറഞ്ഞു, കുഞ്ഞെ, ഞാൻ കുഞ്ഞിന് ഭാവിയിലൊരു ഭാരമായി തോന്നും. ഇതുവരെ കഴിഞ്ഞതുപോലെയല്ല. കുഞ്ഞിന്നൊരു സബ് ഇൻസ്പെക്ടറാണ്. ഈ ഒറ്റക്കാലൻ ഒരപമാനമായി തോന്നും. വാസുദേവനെ അവൾ വിലക്കി. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചിന്തിക്കാൻ പാടില്ല. ഇതുവരെ കഴിഞ്ഞതുപോലെ തന്നെ ഇനിയും നമ്മൾ ജീവിക്കും. വാസുദേവൻ്റെ കൈകളിൽ ക്വാർട്ടേഴ്സിൻ്റെ താക്കോൽ അവൾ കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, തുറക്ക്. അയാൾ താക്കോൽ വാങ്ങി വാതിൽ തുറന്നു. അന്ന് മുതൽ അവിടെയായി അവരുടെ താമസം. ജോലിയും കാര്യങ്ങളും വലിയ കുഴപ്പമൊന്നും കൂടാതെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. ഒരു ദിവസം വാസുദേവൻ ആരാണെന്ന് ചിലർ അവളോട് ചോദിച്ചു. വിസ്മയ്ക്കൊട്ടും ആലോചിക്കേണ്ടതായി വന്നില്ല. അവൾ ഉത്തരം പറഞ്ഞു, എൻ്റെ അച്ഛൻ. അതെന്താ മോളെ അങ്ങനെ പറഞ്ഞത്? വാസുദേവൻ ചോദിച്ചു. മറ്റെന്ത് പറഞ്ഞാലും ഒരുപാട് ചോദ്യങ്ങൾ പിറകെയുണ്ടാവും. ഇതാകുമ്പോൾ എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരമാകുകയും ചെയ്യും. ചോദ്യം അവിടെ തീരുകയും ചെയ്യും. മാത്രവുമല്ല വാസുവേട്ടൻ എനിക്ക് അച്ഛനല്ലേ, പിന്നെന്താ കുഴപ്പം? വാസുദേവൻ്റെ മനസ്സ് നിറഞ്ഞു. ജീവിതത്തിൽ തനിക്കെല്ലാം ലഭിച്ചതുപോലെ ഒരു തോന്നൽ, ഇനി മരിച്ചാലും വേണ്ടില്ല എന്നൊരു തോന്നലും വാസുദേവനിലുണ്ടായി. ഇത്തിരി സമയം കിട്ടുമ്പോഴെല്ലാം വിസ്മയ പുസ്തകങ്ങളുടെ ലോകത്താണ്. പലതും വാങ്ങി വായിക്കുന്നു, പഠിക്കുന്നു. ഒരു ദിവസം വാസുദേവൻ ചോദിച്ചു, മോളോട് ഞാനൊരു കാര്യം ചോദിക്കട്ടെ? വിസ്മയ ചോദ്യഭാവത്തിൽ നോക്കി. ഇനിയൊരു വിവാഹമൊക്കെ ആയിക്കൂടെ? അവൾ ചിരിച്ചു. എന്നിട്ട് പറഞ്ഞു, സമയമായിട്ടില്ല. ഇനിയും ഒരുപാട് കാര്യങ്ങളുണ്ട്. അതൊക്കെ കഴിഞ്ഞ് സമയമുണ്ടെങ്കിൽ ആലോചിക്കാം. ഇപ്പോൾ എനിക്കൊരു ലക്ഷ്യമുണ്ട്. അത് സാധിക്കുമെങ്കിൽ നേടണം. അതെന്താ മോളെ? എന്നോട് പറയാവുന്നതാണെങ്കിൽ പറയൂ. അതിനെന്താ? എനിക്കൊരാഗ്രഹം മനസ്സിലുണ്ട് ചെറുപ്പം മുതലേ. അത് സാധിക്കുമെങ്കിൽ അത് നേടാം. ഒരുപാട് കഷ്ടപ്പെടണം, എങ്കിലേ അത് നേടുവാൻ സാധിക്കുള്ളൂ. അതിനാണ് ഞാൻ ഈ പുസ്തകങ്ങളെല്ലാം വാങ്ങി വായിക്കുന്നതും മറ്റും. അതിനൊരുപാട് പഠിക്കണം എന്ന് പറഞ്ഞ് അവൾ വീണ്ടും വായിക്കുവാൻ തുടങ്ങി. ജോലിയോടൊപ്പം തൻ്റെ വീട്ടിലിരുന്നും ഉള്ള പഠനവും വിസ്മയ മുന്നോട്ട് കൊണ്ടുപോയി. ശമ്പളത്തിൻ്റെ പകുതി ഭാഗം പുസ്തകത്തിനായി ചിലവാകുന്നുണ്ട്. ഒരു ദിവസം വിസ്മയോട് വാസുദേവൻ പറഞ്ഞു, മോളെ, ഇങ്ങനെ വെറുതെ ഇരുന്നിട്ട് ഒരു രസവും എനിക്ക് തോന്നിക്കുന്നില്ല. എന്തെങ്കിലും ജോലിയിൽ ഏർപ്പെട്ടാലേ ശരിയാകുകയുള്ളൂ. അതുകൊണ്ട് ഞാൻ നാട്ടിലേക്ക് പോയാലോ? വിസ്മയ ചോദിച്ചു. എന്ത് ജോലിയാണ് വാസുവേട്ടൻ ഉദ്ദേശിക്കുന്നത്? ഇവിടെ ഞാൻ എന്തെങ്കിലും ജോലി ചെയ്താൽ കുഞ്ഞിന് നാണക്കേടാവില്ലേ? വിസ്മയ ഉടൻ പറഞ്ഞു, എനിക്കൊരു നാണക്കേടുമില്ല. വാസുവേട്ടന് അങ്ങനെ ഒരാഗ്രഹമുണ്ടെങ്കിൽ ഞാൻ നോക്കട്ടെ, നാളെ പറയാം. രാവിലെ തന്നെ വിസ്മയ സ്ഥിരം പുസ്തകം വാങ്ങുന്ന വായനശാലയിൽ ചെന്ന് അന്വേഷിച്ചു. അവിടെ പുസ്തകമെടുക്കുന്നവരുടെ ലിസ്റ്റ് എഴുതാനും മറ്റും ഒരാളുടെ ആവശ്യമുണ്ട് എന്നറിഞ്ഞു. ആ ജോലി വാസുദേവൻ ഉറപ്പിച്ചു. നാളെ മുതൽ ജോലി തുടങ്ങാമെന്നും ശമ്പളം മാസം 6000 രൂപ കിട്ടുമെന്നും അവൾ വാസുദേവനോട് പറഞ്ഞു. വാസുദേവന് അത് വളരെ സന്തോഷം നൽകി. അങ്ങനെ അവർ സന്തോഷമായി കഴിയുന്നതിനിടയിൽ നിലവിലുള്ള SP സ്ഥലം മാറിപ്പോയി. പുതിയ SP ചാർജ് എടുത്തു. പുതിയ SP വിളിച്ചുകൂട്ടിയ യോഗത്തിൽ പങ്കെടുക്കുവാൻ വിസ്മയ പോയി. തൃശ്ശൂർ ജില്ലാ പോലീസ് സൂപ്രണ്ടിൻ്റെ ഓഫീസിൽ വെച്ചാണ്. പുതിയ SPയെ കണ്ട് വിസ്മയ അമ്പരന്നു. അത് മറ്റാരുമായിരുന്നില്ല, അത് ആകാശ് മേനോനായിരുന്നു. എങ്കിലും അവൾ യാതൊരു പരിചയഭാവവും കാണിച്ചില്ല. കാരണം ഒരു SPയുടെ മുൻപിൽ SI ഒന്നുമല്ലെന്ന് അവൾക്ക് നല്ലവണ്ണം അറിയാം. ഇത്രയും ദിവസത്തെ സർവീസ് കൊണ്ട് യോഗം കഴിഞ്ഞ് പിരിയുന്നത് വരെ ആകാശ് അവളെ കണ്ടതായി പോലും ഭാവിച്ചില്ല. അവൾ തിരിച്ച് ജീപ്പിൽ കയറി പോന്നു. പിന്നീട് വാസുദേവനോട് പറഞ്ഞു, ഇന്ന് നമ്മൾക്ക് പരിചയമുള്ള ഒരാളെ ഞാൻ കണ്ടു. ആരെയാ മോളെ? വാസുദേവൻ ചോദിച്ചു. മറ്റാരുമല്ല, ആകാശ് സാറിനെ. അവൾ നടന്ന കാര്യങ്ങൾ പറഞ്ഞു. മോള് മിണ്ടേണ്ടതായിരുന്നു. അദ്ദേഹം മിണ്ടിയില്ലെങ്കിലും. വേണ്ട വാസുവേട്ട, നമ്മൾ അദ്ദേഹത്തിൻ്റെ മുൻപിൽ ഒന്നുമല്ല. അത് നമ്മൾ മനസ്സിലാക്കണം. അവിടെ ആ വിഷയം തീർന്നു. പിറ്റേന്ന് അപ്രതീക്ഷിതമായി SP യുടെ വിസിറ്റിംഗ് ഉണ്ടാകുമെന്ന് സർക്കിളിൻ്റെ ഓഫീസിൽ നിന്ന് മെസ്സേജ് വന്നെങ്കിലും
അദ്ദേഹം വന്നില്ല. വൈകുന്നേരം വിസ്മയ വീട്ടിലെത്തി വീട്ടുകാര്യങ്ങളിൽ മുഴുകി. വാസുദേവൻ മുറ്റത്ത് ചെടി നനച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു വാഹനത്തിൻ്റെ ശബ്ദം കേട്ടു. വാസുദേവൻ നോക്കിയപ്പോൾ ഗേറ്റിനടുത്തൊരു വാഹനം. അവിടെ ഒരു കാർ. അയാൾ നടന്നു ചെന്ന് ഗേറ്റ് തുറന്നു. ആരാണെന്ന് വാസുദേവൻ നോക്കി. അത് ആകാശ് മേനോനായിരുന്നു. വാസുദേവൻ അമ്പരന്നു. സാറേ! വാസുദേവൻ ബഹുമാനത്തോടെ വിളിച്ചുകൊണ്ട് നടന്നു ചെന്നു. ചിരിച്ചുകൊണ്ട് അയാൾ കാറിൽ നിന്നിറങ്ങി. എന്നിട്ട് വാസുദേവനോട് ചോദിച്ചു, എന്തൊക്കെയുണ്ട് വാസുദേവ വിശേഷം? സുഖമാണോ? നമ്മളെയൊക്കെ മറന്നോ? മറക്കാനോ? അതിനി മരിക്കുവോളം ഇല്ല. കാരണം എന്താണ്? ഞങ്ങളുടെ ഓർമ്മയിൽ സാറിനെ പോലെ എണ്ണപ്പെട്ട ചില നല്ല മനുഷ്യരേ ഉള്ളൂ. എൻ്റെ നമ്മുടെ SI സാറ് അകത്തുണ്ടോ? ആകാശ് തമാശ രൂപേണ ചോദിച്ചു. മോളെ! വാസുദേവൻ നീട്ടി വിളിച്ചു. അത് കേട്ട് വിസ്മയ ധൃതിയിൽ ഇറങ്ങി വന്നു. ആകാശിനെ കണ്ടതേ അവൾ ചിരിച്ചുകൊണ്ട് കൈകൾ കൂപ്പി. അതിനുശേഷം കയറിയിരിക്കുവാൻ പറഞ്ഞു. അയാൾ അകത്ത് കടന്നിരുന്നു. ജോലി കഴിയിട്ടൊന്നും പറഞ്ഞു പോലുമില്ലല്ലോ വിസ്മയെ. ഉടൻ അവൾ പറഞ്ഞു, സാറിനെ കാണുവാൻ വന്നിരുന്നു. അപ്പോഴാണ് സാർ വീട്ടിൽ പോയിരിക്കുകയാണെന്ന് അറിഞ്ഞത്. അതുകൊണ്ട് വീട്ടിൽ നിൽക്കുന്ന ചേട്ടനോട് പറഞ്ഞു വരുമ്പോൾ പറയണമെന്ന്. ആകാശ് ചിരിച്ചു. ഞാനൊരു തമാശ പറഞ്ഞതാണ്. അന്ന് കോൺഫറൻസിൽ വെച്ച് ഞാൻ വിസ്മയെ കണ്ടിരുന്നു. മിണ്ടാൻ സാധിച്ചില്ല. ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു ചെയ്യാൻ. അതുകൊണ്ടാണ്. ഞാനത് മനസ്സിലാക്കുന്നു സാർ, അവൾ പറഞ്ഞു. അയാൾ ഒരു ചായയും കുടിച്ച് പിരിഞ്ഞു. പോകുന്നതിനിടയിൽ അയാൾ ചിന്തിച്ചത് വിസ്മയെക്കുറിച്ചാണ്. പ്രതികൂല സാഹചര്യങ്ങളുടെ നടുവിൽ നിന്ന് ആ കുട്ടി എത്ര കഷ്ടപ്പെട്ടാണ് പിടിച്ചു കയറിയത്. പലർക്കും അവളുടെ ജീവിതം ഒരു പാഠമാണ്. ജോലി കിട്ടി, എന്നിട്ടും യാതൊരു അഹങ്കാരവുമില്ല. ആ പഴയ രീതിയിൽ തന്നെ ആ കുട്ടി ജീവിക്കുന്നു. താൻ എന്തിനാണ് ഇങ്ങനെ ചിന്തിക്കുന്നത്? ആരാണ് അവൾ? എനിക്കറിയില്ല എന്ന് സ്വയം പറഞ്ഞ് അയാൾ പോയി. പിറ്റേന്ന് ശനിയാഴ്ചയായിരുന്നു. വാസുദേവനെയും കൂട്ടി വിസ്മയ അടുത്തുള്ള ശാസ്താവിൻ്റെ അമ്പലത്തിൽ പോയി തൊഴുതു. ഇറങ്ങുമ്പോൾ തൊട്ടു മുൻപിൽ ആകാശും അച്ഛനും അമ്മയും തൊഴുവാനായി വരുന്നു. അവൾ വാസുദേവനെ കൂട്ടി വളരെ വേഗം അവരെ കാണാത്ത മട്ടിൽ നടന്നു നീങ്ങി. ആകാശ് അത്ഭുതപ്പെട്ടു. സെറ്റും നേരിതും ധരിച്ച് ചുരുണ്ട മുടിയുടെ അഗ്രത്തിലൊരു കെട്ടും തനി കുലീനയായ ഒരു യുവതി. ഒറ്റ നോട്ടത്തിൽ ആരും ഒന്ന് നോക്കും. അത്ര സൗന്ദര്യമുണ്ട് ഈ കുട്ടിക്ക്. ഒരു നിമിഷം അറിയാതെ ശ്രദ്ധിച്ചു പോയി അവളെ. അമ്മയുടെ ചോദ്യം, ഏതാണ് ആ കുട്ടി? ഇന്നത്തെ കാലത്ത് ഇത്രയും കുലീനതമുള്ള കുട്ടികളുണ്ടോ? എന്താ ഭംഗി അതിനെ കാണാൻ. ഇതുപോലുള്ള ഒരു കുട്ടിയെ വേണം നമ്മുടെ ആകാശിന്. തൻ്റെ മനസ്സിലുള്ള ആഗ്രഹം അമ്മ അറിഞ്ഞതുപോലെയായിരുന്നു ആ സംസാരം. ആകാശ് തിരിഞ്ഞു നോക്കി. അപ്പോഴാണ് അയാൾ ഓർത്തത്, ആ കുട്ടി എന്താണ് എന്നോട് മിണ്ടാതെ പോയത്? ഓ, ചിലപ്പോൾ എനിക്കിഷ്ടപ്പെട്ടില്ലെങ്കിലോ? അങ്ങനെ ഓർത്തിട്ടായിരിക്കാം ആ പാവങ്ങൾ കാണാത്ത മട്ടിൽ പോയത്. വന്ന വഴി മറക്കാത്തവരാണവർ. വിസ്മയ പഠിച്ചുകൊണ്ടിരുന്നത് സിവിൽ സർവീസ് പരീക്ഷ എഴുതാനായിരുന്നു. അതിനെക്കുറിച്ചും അതിൻ്റെ രീതികളെക്കുറിച്ചും അറിയുവാനായി ഈ പരീക്ഷയ്ക്ക് ക്ലാസ് എടുക്കുന്ന ഒരു അധ്യാപകൻ്റെ അടുത്ത് സംശയ നിവാരണത്തിനായി പോകുമായിരുന്നു. ഇടയ്ക്കൊക്കെ അദ്ദേഹത്തിൻ്റെ കോച്ചിങ് ക്ലാസ്സിൽ പങ്കെടുക്കുകയും ചെയ്യുമായിരുന്നു. ഇടയ്ക്ക് നാട്ടിൽ ചെന്ന് തൻ്റെ വീടും പരിസരവും വൃത്തിയാക്കി തന്നെ താങ്ങി നിർത്തിയവരെ ചെന്ന് കണ്ടു. പണ്ട് അവഹേളിക്കാൻ മെനക്കെട്ട പലരും ഇന്ന് ലോഹിത്തിൽ സംസാരിക്കുന്നു. വിസ്മയം മനസ്സിലോർത്തു. ഇത്രയുള്ളൂ എല്ലാം. ആരോടും അവൾ പരിഭവം കാണിക്കില്ല. അവർ തിരിച്ചുപോയി. മാസങ്ങൾ വർഷങ്ങൾക്ക് വഴിമാറിക്കൊണ്ടിരുന്നു. ഇടയ്ക്ക് വിസ്മയയ്ക്ക് സ്ഥലം മാറ്റമായി. പോകുന്നതിന് മുൻപ് അവൾ ആകാശിനെ കണ്ട് യാത്ര പറഞ്ഞു. അടുത്ത ഭാഗവുമായി വീണ്ടും കാണാം.